ന്യൂസ് പേപ്പർ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ട് പരിചയപ്പെടുത്തുക. നമുക്ക് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ. അപ്പം അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ന്യൂസ് പേപ്പേഴ്സാണ് കുട്ടീനെ എപ്പോഴും പരിചയപ്പെടുത്തേണ്ടത്. ആ ക്വാളിറ്റി നോക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ എഡിറ്റോറിയൽസ് ഒക്കെ കുട്ടിയെ കൊണ്ട് വായിച്ച് ശീലിപ്പിക്കുക. ന്യൂസ് പേപ്പറിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൽ തന്നെ എഡിറ്റോറിയൽസിന് ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ട് വായിപ്പിക്കുക. പിന്നെ നമ്മുടെ മലയാള മനോരമ, മാതൃഭൂമി പോലെയുള്ള ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പഠിപ്പുര പോലെയുള്ള സെക്ഷൻസ് അവൈലബിൾ ആണല്ലേ. അപ്പോൾ അതൊക്കെ കുട്ടീനെ കൊണ്ട് വായിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മുടെ ബാലരമ ഡൈജസ്റ്റ് ഒക്കെ വായിപ്പിക്കുന്നത് വളരെ മികച്ചതാണ്. പിന്നെ നിങ്ങളുടെ കുട്ടി ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് ഒക്കെ എത്തിയ ഒരു കുട്ടിയാണെങ്കിൽ കുട്ടീനെ കൊണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, ഹിന്ദു പോലെയുള്ള നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് വായിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, കുട്ടിയുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാനും കുട്ടിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളർത്താനൊക്കെ എന്ത് ചെയ്യും, ആ ന്യൂസ് പേപ്പർ റീഡിങ് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആവും.